തൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് 1000 വർഷത്തേക്ക് യൗവനം കടം വാങ്ങിയ ഒരു രാജാവുണ്ട് പുരാണത്തിൽ, യയാതി. ഇന്ന് ഞാൻ യയാതിയുടെ കഥയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അസുരന്മാർക്ക് ഒരു രാജാവുണ്ടായിരുന്നു, വൃഷപർവാവ്. അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു ശുക്രാചാര്യർ. അസുര ഗുരുവാണ് ശുക്രാചാര്യർ. അസുരന്മാർക്ക് ശുക്രാചാര്യരുടെ വലിയ കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മൃതസഞ്ജീവനി മന്ത്രം അറിയാം. ഈ മൃതസഞ്ജീവനി മന്ത്രം അറിയാവുന്നത് കൊണ്ട് തന്നെ മരിച്ചവരെ പുനരുജ്ജീവിപ്പിക്കാൻ ഈ ഗുരുവിന് കഴിയുമായിരുന്നു, ശുക്രാചാര്യർക്ക് കഴിയുമായിരുന്നു. അതുകൊണ്ട് വളരെ ബഹുമാനത്തോടെയാണ് ഈ അസുരന്മാരെ ശുക്രാചാര്യരെ കണ്ടിരുന്നത്. ഇദ്ദേഹത്തിന് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. അവളുടെ പേര് ദേവയാനി എന്നായിരുന്നു. ശുക്രാചാര്യർക്ക് തൻ്റെ മകളോട് വളരെയധികം വാത്സല്യമുണ്ടായിരുന്നു. അവൾ എന്ത് പറഞ്ഞാലും അദ്ദേഹം നടത്തി കൊടുക്കും. അവളുടെ എന്താവശ്യങ്ങൾക്കും അദ്ദേഹം കൂടെ നിൽക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു അഹങ്കാരമുള്ള കുട്ടിയായിരുന്നു ദേവയാനി. രാജാവായ വൃഷപർവാവിനൊരു മകളുണ്ട്. അവളുടെ പേര് ശർമ്മിഷ്ഠ എന്നായിരുന്നു. ഇവർ രണ്ടുപേരും സമപ്രായക്കാരാണ്. ഒരിക്കൽ ഒരു പ്രഭാതത്തിൽ ശർമ്മിഷ്ഠ ഈ ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് വന്നിട്ട് ശുക്രാചാര്യരോട് പറഞ്ഞു, ഗുരു, ഇവിടെ അടുത്തായിട്ട് ഗന്ധർവന്മാരുടെ ഒരു വലിയ വനമുണ്ട്. ആ വനത്തിൽ വളരെ വലിയൊരു തടാകവുമുണ്ട്. ഈ തടാകത്തിൽ ഞങ്ങൾ കുളിക്കാൻ പോവുകയാണ്. ഞങ്ങളവിടെ കുളിച്ച് കുറച്ച് നേരം കളിച്ചിട്ട് തിരിച്ചു വരാം. ദേവയാനിയെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ. അപ്പോൾ ശുക്രാചാര്യർ മകളായ ദേവയാനിയോട് ചോദിച്ചു, നീ പോകുന്നുണ്ടോ? ശർമ്മിഷ്ഠയ്ക്കൊപ്പം നീ ഇങ്ങനെ കുളിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് ഈ വനത്തിലേക്ക് പോകുന്നുണ്ടോ? ദേവയാനി പറഞ്ഞു, ഞാൻ പോകുന്നുണ്ട്, ഞാൻ ശർമ്മിഷ്ഠയുടെ കൂടെ പോവുകയാണ്. അങ്ങനെ ഗുരു ദേവയാനിയെ ശർമ്മിഷ്ഠയുടെ കൂടെ കാട്ടിലേക്ക് അയച്ചു. അങ്ങനെ ശർമ്മിഷ്ഠയും ശർമ്മിഷ്ഠയുടെ തോഴിമാരും ദേവയാനിയും കൂടെ കൂട്ടി കാട്ടിൽ പോയി. അവർ വള്ളികളിൽ ഊഞ്ഞാലാടിയും മരച്ചില്ലകൾ പിടിച്ച് കുലുക്കിയും പൂക്കൾ പറിച്ച് മാല കെട്ടിയും ഒക്കെ ആ കാട്ടിൽ കുറേ ദൂരം നടന്നു. അതിനുശേഷം അവർ തടാകത്തിൻ്റെ കരയിലെത്തി. തടാകത്തിൻ്റെ കരയിൽ അവരുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ചിട്ട് ഇവർ കുളിക്കാനിറങ്ങി. അങ്ങനെ വെള്ളത്തിൽ നീന്തി തുടിച്ചും പരസ്പരം വെള്ളം തെറിപ്പിച്ച് ഉല്ലസിച്ചും അവർ ആ തടാകത്തിൽ കുറേ നേരം ചിലവിട്ടു. അപ്പോൾ പെട്ടെന്ന് ഒരു കാറ്റടിച്ചു, ശക്തമായൊരു കാറ്റ്. ഈ കാറ്റിൽ ഇവരഴിച്ച കരയിൽ വെച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം പറന്നുപോയി. ഇത് കണ്ടുകൊണ്ട് ഈ പെൺകുട്ടികളെല്ലാവരും കരയിലേക്ക് ഓടി കയറി വന്നു. ഈ വസ്ത്രം ദൂരേക്ക് അങ്ങ് പറന്നു പോയാൽ എന്ത് ചെയ്യും? പിന്നെ വസ്ത്രമില്ലാതെ വേണ്ട നാട്ടിലേക്ക് തിരിച്ചു പോകാൻ. അതുകൊണ്ട് ഇവർ വേഗം ഈ പറന്നുപോയ വസ്ത്രങ്ങളൊക്കെ പിടിച്ചെടുത്ത് ധരിക്കാൻ തുടങ്ങി. ആരുടെയാണ് എന്താണെന്നൊന്നും പെട്ടെന്ന് നോക്കാൻ നേരം കിട്ടിയില്ല. ഈ വസ്ത്രങ്ങളെല്ലാം എടുത്ത് ധരിച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് പരസ്പരം പലരുടെയും വസ്ത്രങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ദേവയാനിക്ക് വളരെ മനോഹരമായൊരു പട്ടുവസ്ത്രമുണ്ടായിരുന്നു. ആ വസ്ത്രം ഉടുത്തിരിക്കുന്നത് ശർമ്മിഷ്ഠയാണ്. ഇത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ദേവയാനി ശർമ്മിഷ്ഠയോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ വസ്ത്രം എടുത്തു കൊടുക്കാൻ? മറ്റൊരാളുടെ വസ്ത്രം എടുത്തു കൊടുക്കുന്നത് മോഷണമാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അപ്പോൾ ശർമ്മിഷ്ഠയ്ക്ക് വലിയ ദുഃഖം തോന്നി. ശർമ്മിഷ്ഠ അറിയാതെ ചെയ്തു പോയതാണ്. ശർമ്മിഷ്ഠ പറഞ്ഞു, ഞാൻ അറിയാതെ ചെയ്തു പോയതല്ലേ. നമ്മൾ കാറ്റത്ത് പറന്നുപോയ വസ്ത്രങ്ങൾ ചാടിപ്പിടിച്ച് ഉടുത്തപ്പോൾ അവരവരുടേതാണോ എന്ന് നോക്കാൻ വിട്ടുപോയി. പെട്ടെന്ന് വസ്ത്രം എടുത്ത് ഉടുക്കുക എന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ലക്ഷ്യം. ദേവയാനി പറഞ്ഞു, നീ എന്നോട് എതിർത്തൊന്നും സംസാരിക്കാൻ നിൽക്കേണ്ട. നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. നീ എൻ്റെ വസ്ത്രം എടുത്ത് ഉടുത്തത് ഒട്ടും ശരിയായില്ല. ഇത്രയായപ്പോൾ ശർമ്മിഷ്ഠയ്ക്ക് ദേഷ്യം വന്നു. ശർമ്മിഷ്ഠ പറഞ്ഞു, നീ എന്തിനാ ഞാൻ മോഷണം നടത്തിയെന്ന് വിളിക്കുന്നത്? നീ ഉടുത്തിരിക്കുന്ന വസ്ത്രമാണെങ്കിലും ഈ തോഴിമാർ ആരും ഉടുത്തിരിക്കുന്ന വസ്ത്രമാണെങ്കിലും അതെല്ലാം എൻ്റെ വസ്ത്രമാണ്. കാരണം ഞാൻ ഇവിടുത്തെ രാജാവിൻ്റെ മകളാണ്, ഞാൻ രാജകുമാരിയാണ്. ഈ രാജ്യത്തിലുള്ളതെല്ലാം എൻ്റേതും കൂടിയാണ്. അപ്പോൾ നിൻ്റെ വസ്ത്രം എന്നൊന്നില്ല. നിൻ്റെ വസ്ത്രം പറന്നു പോയത് ഞാൻ എടുത്തു കൊടുത്താൽ അതെൻ്റെ വസ്ത്രമാണ്. പിന്നെ പറഞ്ഞു വന്നാൽ നിൻ്റെ അച്ഛൻ എൻ്റെ പിതാവിൻ്റെ ആശ്രിതനാണ്. ഞങ്ങൾ തരുന്നത് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട. ഇത് കേട്ടപ്പോൾ ദേവയാനിക്ക് വളരെയധികം ദേഷ്യം വന്നു. ദേവയാനി പറഞ്ഞു, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ അച്ഛനെ നിൻ്റെ പിതാവിൻ്റെ ആശ്രിതൻ എന്ന് പറയാൻ? അദ്ദേഹം ശുക്രാചാര്യരാണ്, ഒരു യാചകനല്ല. ശുക്രാചാര്യരുടെ വില നിൻ്റെ പിതാവിനെ അറിയാം, നിനക്ക് അറിഞ്ഞുകൂടാന്നേ ഉള്ളൂ. അപ്പോൾ ശർമ്മിഷ്ഠ പറഞ്ഞു, ഓ കൊള്ളാം, നീ നിൻ്റെ പിതാവിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഭിക്ഷ എടുത്താൽ ജീവിക്കുന്നതെന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. ഇതും കൂടെ കേട്ടതോടെ ദേവയാനിക്ക് വളരെയധികം ദേഷ്യം വന്നു. ശർമ്മിഷ്ഠയ്ക്ക് ദേഷ്യം ഒട്ടും കുറവായിരുന്നില്ല. അതുകൊണ്ട് ശർമ്മിഷ്ഠ ദേവയാനിയുടെ ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നടന്നു. അപ്പോൾ ദേവയാനി പിന്നാലെ നടന്നു ചെന്നിട്ട് ശർമ്മിഷ്ഠ ഇട്ടുകൊണ്ട് പോയിരുന്ന തൻ്റെ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചു. അപ്പോൾ ശർമ്മിഷ്ഠ തിരിച്ച് വലിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ പിടിവലിയായപ്പോൾ ശർമ്മിഷ്ഠ വളരെ ശക്തിയിൽ ദേവയാനിക്കൊരു തള്ളു കൊടുത്തു. അപ്പോൾ അവിടെ ഒരു കിണറുണ്ടായിരുന്നു, ഒരു പൊട്ടക്കിണർ. ദേവയാനി കിണറ്റിലേക്ക് വീണുപോയി. ശരിക്കും ദേവയാനി കിണറ്റിലേക്ക് വീണു പോയതൊന്നും ശർമ്മിഷ്ഠ കണ്ടില്ല. ഈ ഉന്തും തള്ളിനിടയ്ക്ക് ദേവയാനി വീണു, ശർമ്മിഷ്ഠ ഓടിപ്പോയി. എന്താ സംഭവിച്ചതെന്ന് തിരിഞ്ഞു നോക്കാനൊന്നും ശർമ്മിഷ്ഠ പോയില്ല. അങ്ങനെ ദേവയാനി ആ കിണറ്റിൽ വീണു. തന്നോട് ശർമ്മിഷ്ഠ ഇങ്ങനെ ചെയ്യുമെന്ന് ദേവയാനി വിചാരിച്ചിരുന്നതേയില്ല. എന്തായാലും ദേവയാനി അവിടെ കിടന്ന് നിലവിളിച്ചു. ആരും കേട്ടില്ല, എല്ലാവരും ഓടിപ്പോയി. രാജകുമാരിയായ ശർമ്മിഷ്ഠയുടെ പിന്നാലെയല്ലേ തോഴിമാർ പോവുകയുള്ളൂ. ദേവയാനി അവിടെ ഒറ്റയ്ക്കായി. ഈ സമയത്ത് രാജാവായ യയാതി ആ വഴി വന്നു. അദ്ദേഹം വേട്ടയ്ക്ക് പോയതായിരുന്നു. വഴി തെറ്റി ആ വഴി വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കിണർ കണ്ടിട്ട് കിണറ്റിൽ നിന്ന് കുറച്ച് വെള്ളം കുടിക്കാം എന്ന് കരുതി യയാതി ഈ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി കിണറിനടുത്തേക്ക് വന്നു. അപ്പോൾ അതിൽ നിന്ന് നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നു.
ഒരു പെൺകുട്ടിയുടെ നിലവിളി. ആരാണെന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം കിണറ്റിനടുത്ത് നിന്ന് അകത്തേക്ക് നോക്കിയപ്പോൾ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി കിണറ്റിനകത്ത് കിടക്കുന്നത് കണ്ടു. അദ്ദേഹം അവളെ അവിടെ നിന്ന് കരയ്ക്ക് കയറ്റി. ആരാണെന്ന് ചോദിച്ചപ്പോൾ താൻ അസുര ഗുരുവായ ശുക്രാചാര്യരുടെ മകളായ ദേവയാനിയാണ് എന്നവൾ പറഞ്ഞു. എന്തായാലും യയാതിയുടെ ബലിഷ്ഠമായ കൈകളിൽ പിടിച്ച് കിണറ്റിൽ നിന്ന് പുറത്തിറങ്ങിയ ദേവയാനിക്ക് യയാതിയെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയായാൽ കൊള്ളാം എന്ന് ദേവയാനിക്ക് തോന്നി. പക്ഷേ അവളൊന്നും മിണ്ടിയില്ല. അതിസുന്ദരിയായ ദേവയാനിയെ കണ്ടപ്പോൾ യയാതിക്കും ഇതേ കാര്യങ്ങളൊക്കെ തോന്നിയെങ്കിലും യയാതിയും ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം ദേവയാനിയോട് പറഞ്ഞു, ഞാനൊരു രാജാവാണ്, എൻ്റെ പേര് യയാതി എന്നാണ്. ഞാൻ എൻ്റെ കൂട്ടരോടൊപ്പം വേട്ടയ്ക്ക് വന്നതാണ്. എനിക്ക് ഇത്തിരി വഴി തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഈ വഴി വന്നത്. അതുകൊണ്ട് നന്നായി, എനിക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയല്ലോ. എന്തായാലും ഞാൻ ഇനി പോകട്ടെ, എനിക്ക് എൻ്റെ കൂട്ടുകാരെ കണ്ടുപിടിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയി. തൻ്റെ മകള് ശർമ്മിഷ്ഠയോടൊപ്പം കാട്ടിലേക്ക് പോയിട്ട് ഒരുപാട് നേരമായിട്ടും കാണാഞ്ഞതുകൊണ്ട് ശുക്രാചാര്യർക്ക് വളരെയധികം ദുഃഖം തോന്നി. അദ്ദേഹം വിഷമിച്ച് ദേവയാനിയെ അന്വേഷിച്ച് ഈ കിണറുള്ള ഭാഗത്തേക്ക് വന്നു. അപ്പോൾ അവിടെ ഇരുന്ന് കരയുന്ന ദേവയാനിയെ കണ്ടു. തൻ്റെ മകളുടെ കണ്ണ് നിറയുക എന്നത് ശുക്രാചാര്യർക്ക് സഹിക്കാനേ പറ്റാത്ത കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഓടിച്ചെന്ന് ദേവയാനിയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് മോളെ എന്ത് പറ്റി, എന്തിനാണ് നീ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ദേവയാനി ഉത്തരവൊന്നും പറഞ്ഞില്ല. അവൾ വീണ്ടും ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോൾ ശുക്രാചാര്യർ ചോദിച്ചു, നിന്നോട് ശർമ്മിഷ്ഠ മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയോ, എന്തിനാണ് നീ ഇങ്ങനെ കരയുന്നത്? അവൾ എന്നോട് വളരെ ക്രൂരമായ വാക്കുകൾ പറഞ്ഞു. പക്ഷേ അവൾ എന്നെ മാത്രമല്ല അങ്ങേയും പല മോശം കാര്യങ്ങളും പറഞ്ഞു. അങ്ങ് അവളുടെ പിതാവിൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ആളാണെന്നും ഒരു ഭിക്ഷക്കാരനാണെന്ന് പോലും അവൾ പറഞ്ഞു. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, നീ ഒന്നും കേട്ട് വിഷമിക്കേണ്ട, അവൾ അറിവില്ലാത്തവളാണ്. നിൻ്റെ പിതാവ് അസുരന്മാരാൽ ആരാധിക്കപ്പെടുന്ന ഒരാളാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നമ്മൾ സന്യാസിമാരായതുകൊണ്ട് നമ്മൾ കാട്ടിൽ താമസിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ അസുരന്മാരെക്കാളൊക്കെ ഉയർന്ന നിലയിലാണ് നമ്മുടെ സ്ഥാനം. അതുകൊണ്ട് അറിവില്ലാത്തൊരു പെണ്ണ് പറഞ്ഞത് കേട്ട് നീ ഒന്നും കാര്യമാക്കണ്ട. അപ്പോൾ ദേവയാനി പറഞ്ഞു, അവളെ അറിവില്ലാതെ പറഞ്ഞതാണെങ്കിൽ ഞാൻ ക്ഷമിക്കാം. പക്ഷേ അവളെന്നെ തള്ളി കിണറ്റിലിട്ടല്ലോ, എന്നെ കൊന്നുകളയാൻ അവൾ ഉദ്ദേശിച്ചല്ലോ. അവളെന്നെ വാക്കുകൾ കൊണ്ട് എത്രത്തോളം മുറിപ്പെടുത്തിയെന്ന് അങ്ങേക്ക് അറിയാമോ? എനിക്ക് എത്ര അപമാനം തോന്നിയെന്ന് അങ്ങേക്ക് അറിയാമോ? ഇതൊക്കെ പോരാഞ്ഞിട്ടാണ് അവളെന്നെ കിണറ്റിൽ തള്ളിയിട്ടത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്തായാലും തൻ്റെ മകളെ ശർമ്മിഷ്ഠ കൊല്ലാനൊരുങ്ങി, തൻ്റെ മകളുടെ ജീവന് അപായം നേരിട്ടേനെ എന്നൊക്കെയുള്ള ചിന്ത ശുക്രാചാര്യരെ ദേഷ്യം പിടിപ്പിച്ചു. എന്തായാലും അദ്ദേഹം ഒരു വിധത്തിൽ ദേവയാനിയെ സമാധാനിപ്പിച്ചിട്ട് നേരെ വൃഷപർവാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. രാജാവ് ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ഗുരുവാണെങ്കിൽ നേരെ രോഷത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാനാണ് വന്നത്. ഞാൻ ഈ രാജ്യം വിട്ടു പോവുകയാണ്. ഇനി ഒരിക്കലും ഞാൻ ഈ രാജ്യത്ത് നിൽക്കുകയില്ല. ഇത് കേട്ട വൃഷപർവാവ് തൻ്റെ സിംഹാസനത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഗുരുവിൻ്റെ കാൽക്കൽ വീണു. അയ്യോ, ഞങ്ങളെ വിട്ടു പോകരുതേ, അങ്ങ് ഞങ്ങളുടെ ഗുരുവാണ്, അങ്ങില്ലാതെ ഈ രാജ്യം മുന്നോട്ട് പോവുകയില്ല. അങ്ങയുടെ മൂല്യം എത്രത്തോളമാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ഞങ്ങളെ വിട്ടു പോകരുത്. ശുക്രാചാര്യർ പറഞ്ഞു, നീ എന്ത് പറഞ്ഞാലും ഞാൻ നിൻ്റെ രാജ്യത്ത് നിൽക്കുകയില്ല, ഞാനിവിടെ ഉപേക്ഷിച്ച് ഇപ്പോൾ തന്നെ പോവുകയാണ്. അദ്ദേഹം രോഷാകുലനായിട്ട് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഇത് കണ്ട ഋഷപർവാവ് പിന്നാലെ ഓടിച്ചെന്നു. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, നീ എൻ്റെ പിന്നാലെ വരണ്ട. അപ്പോൾ വൃഷപർവാവ്, എന്താണ് ഗുരു കാരണം? എന്ത് കാരണം ഉണ്ടെങ്കിലും ഞാനത് പരിഹരിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ശുക്രാചാര്യരുടെ പിന്നാലെ ഓടിച്ചെന്നു. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, നീ എന്നോടല്ല കാരണം ചോദിക്കേണ്ടത്, നിൻ്റെ മകളോടാണ്. അവൾ എന്ത് ചെയ്തു എന്ന് നീ നിൻ്റെ മകളോട് ചെന്ന് ചോദിക്കൂ. വൃഷപർവാവ് ഉടൻ തന്നെ തൻ്റെ മകളായ ശർമ്മിഷ്ഠയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ എന്താ കാര്യം? ശുക്രാചാര്യർ വന്ന് എന്നോട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി. അദ്ദേഹം നമ്മുടെ രാജ്യം വിട്ടു പോകും എന്നാണ് പറയുന്നത്. നീ എന്തെങ്കിലും മോശമായിട്ട് അദ്ദേഹത്തോട് പെരുമാറിയോ? ശർമ്മിഷ്ഠ താനും ദേവയാനിയുമായിട്ട് തടാകത്തിൻ്റെ കരയിൽ വെച്ച് വഴക്കുണ്ടായ കാര്യം രാജാവിനോട് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറയരുതായിരുന്നു, പക്ഷേ അന്നേരം എൻ്റെ വായിൽ നിന്ന് അങ്ങനെയൊക്കെ വീണുപോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി. മാത്രമല്ല ഞാൻ അവളെ പിടിച്ച് തെള്ളുകയും ചെയ്തു. അവൾ വീണു എന്നാണ് തോന്നുന്നത്. എവിടെ വീണമെന്ന് ഞാൻ കണ്ടില്ല. ഞാൻ അന്നേരത്തെ ദേഷ്യത്തിന് ഇങ്ങ് ഓടിപ്പോരുകയും ചെയ്തു. അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. നമുക്ക് രണ്ടുപേർ കൂടെ അവരുടെ ആശ്രമത്തിൽ പോയിട്ട് മാപ്പ് ചോദിക്കാം. നമ്മൾ എന്ന് മാപ്പ് ചോദിച്ചാൽ ചിലപ്പോൾ അദ്ദേഹം നമ്മളോട് ക്ഷമിക്കുമായിരിക്കും. അദ്ദേഹത്തിനോട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകളോട് വേണമെങ്കിലും നമുക്ക് മാപ്പ് പറയാം. ഇതും പറഞ്ഞുകൊണ്ട് വൃഷപർവാവ് തൻ്റെ മകളായ ശർമ്മിഷ്ഠയും വിളിച്ചുകൊണ്ട് തേരിലേറി ഈ ശുക്രാചാര്യരുടെ ആശ്രമത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ആശ്രമത്തിന് പുറത്ത് അകത്ത് കയറാൻ കൂട്ടാക്കാതെ ഇരിക്കുകയാണ് ദേവയാനി. ദേവയാനിയുടെ അടുത്ത് ചെന്നിട്ട് ഋഷപർവാവും ശർമ്മിഷ്ഠയും മാപ്പ് ചോദിച്ചു. അറിവില്ലാതെ ചെയ്തു പോയ തെറ്റാണ്, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. കുറേ നേരം കെഞ്ചി കാല് പിടിച്ചപ്പോൾ ദേവയാനി പറഞ്ഞു, എനിക്ക് ഒരു നിബന്ധനയുണ്ട്, അതനുസരിച്ചാൽ മാത്രം ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം. അതല്ല, നിങ്ങൾ ആ നിബന്ധന അനുസരിക്കുന്നില്ല എങ്കിൽ ഞാനും എൻ്റെ അച്ഛനും ഈ നാട് വിട്ടു പോകും. അപ്പോൾ വൃഷപർവാവ് പറഞ്ഞു, കുഞ്ഞെ, നീ എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം, നീയെ ഞങ്ങളോടുള്ള പിണക്കം മാറ്റിയാൽ മതി. അപ്പോൾ ദേവയാനി പറഞ്ഞു, ശർമ്മിഷ്ഠ അവളുടെ 1000 തോഴിമാരോടൊപ്പം എനിക്ക് ജോലിക്കാരിയായിട്ട് ഇവിടെ വന്ന് താമസിക്കണം. ജീവിതകാലം മുഴുവൻ ശർമ്മിഷ്ഠ എൻ്റെ ദാസിയായിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ തെറ്റ് മറക്കാം, മാപ്പ് തരാം. രാജാവ് നിസ്സഹായനായിട്ട് ശുക്രാചാര്യരുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ മകളുടെ കടുംപിടുത്തം അറിയാവുന്ന ശുക്രാചാര്യർക്ക് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല.
അദ്ദേഹം വൃഷഭർവാവിനോട് പറഞ്ഞു, ആ നിബന്ധന അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ ഞാനിവിടെ നിൽക്കാൻ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ നാട് വിട്ടു പോകും. വൃഷഭർവാവ് ആകെ ധർമ്മസങ്കടത്തിലായി. തൻ്റെ മകളെ ഗുരുവിൻ്റെ മകളുടെ വേലക്കാരിയായിട്ട് കൊടുക്കുക എന്നത് അദ്ദേഹത്തിന് ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ശർമ്മിഷ്ഠ പറഞ്ഞു, അച്ഛാ, നമ്മുടെ നാടിൻ്റെ സുരക്ഷയാണ് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടത്. ഗുരുവിനും അദ്ദേഹത്തിൻ്റെ മകൾക്കും ഇതാണ് ഇഷ്ടമെങ്കിൽ നമുക്കത് ചെയ്യാം. എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് വന്നു പോയല്ലോ. ഇവിടെ വന്നപ്പോഴാണ് ദേവയാനി കിണറ്റിൽ വീണു പോയി എന്നൊക്കെ ഞാൻ അറിയുന്നത്. എന്തായാലും ഞാൻ ദേവയാനിയുടെ ദാസിയായിരുന്നു കൊള്ളാം. അങ്ങ് ഒട്ടും വിഷമിക്കേണ്ട. 1000 എനിക്ക് കൂടുള്ള മറ്റ് 1000 ദാസിമാരെ കൂടെ അങ്ങ് ഇങ്ങോട്ട് അയച്ചാൽ മതി. ഞാൻ ഇനി മുതൽ ഇവിടെ താമസിച്ചോളാം. അങ്ങനെ ശർമ്മിഷ്ഠ ദേവയാനിയുടെ ജോലിക്കാരിയായിട്ട് മാറി, ദാസിയായിട്ട് മാറി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദേവയാനി തൻ്റെ ജോലിക്കാരായ സേവകരായ ശർമ്മിഷ്ഠയോടും തോഴിമാരോടും ഒപ്പം ഒരിക്കൽ കൂടി തങ്ങൾ നേരത്തെ കളിച്ച ആ തടാകത്തിൻ്റെ അടുത്തേക്ക് പോയി. അവരവിടെ കളിക്കുകയും ഊഞ്ഞാലാടുകയും പൂമാല കെട്ടുകയൊക്കെ ചെയ്തു. അപ്പോൾ ദേവയാനി അവിടെ ഒരു മരത്തിൻ്റെ ചുവടിൽ ചെന്നിരുന്നിട്ട് ശർമ്മിഷ്ഠയെ വിളിച്ചു, ശർമ്മിഷ്ഠ ഇവിടെ വരൂ, എൻ്റെ കാല് തിരുമ്പി തരുമെന്ന് പറഞ്ഞു. ശർമ്മിഷ്ഠ ഒരു മടിയും കൂടാതെ ദേവയാനിയുടെ കാല് തിരുമ്പി കൊടുത്തു. ഈ സമയത്ത് യയാതി വീണ്ടും ആ വഴി വന്നു. മരച്ചുവട്ടിലിരിക്കുന്ന ദേവയാനിയെയും ദേവയാനിയുടെ കാല് തിരുമ്പി കൊടുക്കുന്ന ശർമ്മിഷ്ഠയെയും അദ്ദേഹം കണ്ടു. യയാതിയെ ദേവയാനിയും കണ്ടു. തന്നെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ യയാതിയാണ് അവിടെ നിൽക്കുന്നത് എന്ന് ദേവയാനിക്ക് മനസ്സിലായി. യയാതി കുതിരപ്പുറത്ത് നിന്നിറങ്ങി ഇവരുടെ അടുത്ത് വീണ്ടും ചെന്നു. നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ദേവയാനി പറഞ്ഞു, എൻ്റെ പേര് ദേവയാനി എന്നാണ്, ഞാൻ ശുക്രാചാര്യരുടെ മകളാണ്. അങ്ങ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നല്ലോ. ഇതിൻ്റെ ജോലിക്കാരിയാണ് ശർമ്മിഷ്ഠ. അപ്പോൾ യയാതി പറഞ്ഞു, അന്ന് നമുക്ക് നന്നായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല, കാരണം ഞാനന്ന് എൻ്റെ ചങ്ങാതിമാരെ വേർപെട്ട് വന്നതാണല്ലോ. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി എനിക്ക് വേഗം പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേര് യയാതി എന്നാണ്. ഞാൻ നഹുഷനും അശോകസുന്ദരിക്കും കൂടി ഉണ്ടായ മകനാണ്. അന്ന് ദേവയാനിയും യയാതിയും കൂടെ കുറച്ചു നേരം കൂടുതൽ സംസാരിച്ചു. സംസാരമധ്യേ ദേവയാനി തൻ്റെ മനസ്സിലെ ആഗ്രഹം യയാതിയോട് പറഞ്ഞു. തനിക്ക് യയാതിയെ വിവാഹം കഴിക്കണം. അപ്പോൾ യയാതി പറഞ്ഞു, എനിക്ക് ദേവയാനിയെ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. പക്ഷേ ദേവയാനി ശുക്രാചാര്യരുടെ മകളാണ്. ശുക്രാചാര്യരോട് അനുവാദം ചോദിക്കാതെ ഈ വിവാഹകാര്യവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഉചിതമല്ല. അദ്ദേഹം അസുരന്മാരുടെ ഗുരുവാണ്. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് യയാതി ശുക്രാചാര്യരെ ചെന്ന് കണ്ടിട്ട് അനുവാദം ചോദിക്കാം എന്ന് അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു. അങ്ങനെ ദേവയാനിക്കൊപ്പം യയാതി ശുക്രാചാര്യരെ ചെന്ന് കാണുകയും തനിക്ക് ദേവയാനിയെ വിവാഹം കഴിച്ചു തരണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ശുക്രാചാര്യർക്ക് ഈ ബന്ധത്തിന് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് യയാതിയെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ചന്ദ്രവംശത്തിലെ വളരെ പ്രശസ്തനായ ഒരു രാജാവായിരുന്നല്ലോ യയാതി. യയാതിയുടെ വംശത്തിൻ്റെ മഹിമ ശുക്രാചാര്യർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. നഹുഷൻ്റെ മകനാണ് യയാതി. അങ്ങനെയുള്ള യയാതി വന്ന് വിവാഹം ആലോചിക്കുമ്പോൾ അത് തട്ടിക്കളയുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ശുക്രാചാര്യർ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ വളരെ ആർഭാടമായിട്ട് വിവാഹം നടന്നു. വിവാഹത്തിന് തൊട്ട് മുമ്പായിട്ട് ശുക്രാചാര്യർ യയാതിയെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവളാണ്, എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയാണ് എൻ്റെ മകൾ, അവളെ യാതൊരു കാരണവശാലും വേദനിപ്പിക്കരുത്. യയാതി സമ്മതിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും ദേവയാനിയെ നോവിക്കുകയില്ല. അങ്ങനെ വിവാഹം വളരെ ആഘോഷമായിട്ട് നടന്നു. വിവാഹ സമ്മാനമായിട്ട് ശുക്രാചാര്യർ 1000 ദാസിമാരെ കൂടി ദേവയാനിക്ക് കൊടുത്തു. അങ്ങനെ 2000 ദാസിമാരെയും ഒപ്പം ശർമ്മിഷ്ഠയും ചേർത്തുകൊണ്ടാണ് ദേവയാനി തൻ്റെ ഭർത്തൃഗ്രഹത്തിലേക്ക് യാത്രയായത്. ഭർത്താവിൻ്റെ ഗ്രഹത്തിലേക്ക് പോകാനിറങ്ങുമ്പോഴും ശുക്രാചാര്യർ പിന്നാലെ ചെന്ന് യയാതിയോട് പറഞ്ഞു, എൻ്റെ മകളെ ഒട്ടും വേദനിപ്പിക്കരുത്, അവളൊരു ശാഠ്യക്കാരിയൊക്കെയാണ്, പക്ഷേ അവളൊരു പാവമാണ്, അവളെ നോവിക്കരുത്, അവളെ വേദനിപ്പിക്കരുത്. യയാതി വീണ്ടും അദ്ദേഹത്തിന് വാക്കുകൊടുത്തില്ല, ഞാൻ ഒരിക്കലും ദേവയാനിയെ നോവിക്കുകയില്ല. അങ്ങനെ വളരെ ആഘോഷമായിട്ട് ഇവർ സ്വന്തം രാജ്യത്തേക്ക് യാത്രയായി. അവരുടെ രാജ്യത്ത് തിരിച്ചെത്തിയ രാജാവിനെയും ഭാര്യയെയും അവർക്കൊപ്പം വന്ന ആൾക്കാരെയും ജനങ്ങൾ വളരെയധികം സന്തോഷത്തോടെ സ്വീകരിച്ചു. ആ നാട്ടിൽ അന്നൊരു ഉത്സവമായിരുന്നു. ഭർതൃഗ്രഹത്തിലെത്തിയ ദേവയാനിക്ക് യയാതി വളരെ വലിയൊരു അന്തഃപുരം നൽകി. ആ അന്തഃപുരത്തിൽ തൻ്റെ ഭർത്താവിനോടൊപ്പം വളരെ സന്തോഷകരമായിട്ട് ദേവയാനി ജീവിച്ചു. എന്നാൽ ശർമ്മിഷ്ഠ ഒരിക്കലും അങ്ങോട്ട് വരരുത് എന്ന് ദേവയാനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ശർമ്മിഷ്ഠ അതിസുന്ദരിയാണ്, തന്നെക്കാളിലും സുന്ദരിയാണ്. അതുകൊണ്ട് തന്നെ യയാതിക്ക് ശർമ്മിഷ്ഠയോട് താല്പര്യമുണ്ടായാൽ അത് ശരിയാവുകയില്ല. അതുകൊണ്ട് ശർമ്മിഷ്ഠയോട് അശോകവനിയിൽ താമസിക്കാനാണ് ദേവയാനി പറഞ്ഞിരുന്നത്. അങ്ങനെ അശോകവനിയിൽ ശർമ്മിഷ്ഠ താമസിക്കുകയും രാജാവിൻ്റെ അന്തഃപുരത്തിൽ ദേവയാനി താമസിക്കുകയും ചെയ്തു. കാലക്രമേണ ദേവയാനി 2 പുത്രന്മാരെ പ്രസവിച്ചു. യദു, തുർവാസു എന്ന പേരായ 2 ആൺമക്കളായിരുന്നു. ഇതേ സമയത്ത് ദേവയാനി ഗർഭിണിയാണ് എന്നറിഞ്ഞ് ശർമ്മിഷ്ഠയ്ക്ക് വളരെയധികം ദുഃഖം തോന്നി. താൻ ഒരു രാജാവിൻ്റെ മകളാണ്, രാജകുമാരിയാണ്, എന്നിട്ടും ഇവിടെ ദേവയാനിയുടെ ദാസിയായിട്ട് അശോകവനിയിൽ ആരാലും അറിയപ്പെടാതെ കഴിയാനാണ് തൻ്റെ വിധി. ദിവസം പോകും തോറും ശർമ്മിഷ്ഠയ്ക്ക് ദുഃഖം കൂടിക്കൂടി വന്നു. അങ്ങനെ ഒരിക്കൽ ശർമ്മിഷ്ഠ യയാതിയെ കാണാനെത്തി. ശർമ്മിഷ്ഠ ദേവയാനിയെക്കാളും അതിസുന്ദരിയായിരുന്നു, സൗമ്യശീലയായിരുന്നു. യയാതിയെ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ ശർമ്മിഷ്ഠയ്ക്ക്
അയാളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹം തോന്നിയിരുന്നു. യയാതിക്കും ശർമ്മിഷ്ഠയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ആദ്യം കണ്ടപ്പോൾ. പക്ഷേ അവരുടെ ആഗ്രഹം അടക്കി ജീവിക്കുകയായിരുന്നു. പക്ഷേ ശർമ്മിഷ്ഠ യയാതിയെ ചെന്ന് കണ്ടിട്ട് തനിക്കൊരു കുട്ടിയെ വേണമെന്നും അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കണമെന്നും ആവശ്യപ്പെട്ടു. താനൊരു രാജകുമാരിയാണ്, വിധിവശാൽ ഇങ്ങനെ ദേവയാനിയുടെ ദാസിയാകേണ്ടി വന്നവളാണ്, തന്നെ അനുഗ്രഹിക്കണം, തന്നെ രഹസ്യമായിട്ട് വിവാഹം കഴിക്കണം എന്ന് ശർമ്മിഷ്ഠ യയാതിയോട് ആവശ്യപ്പെട്ടു. ആദ്യമൊക്കെ ശർമ്മിഷ്ഠയുടെ ഈ ആവശ്യം യയാതി നിരസിച്ചുവെങ്കിലും അദ്ദേഹം ഒരു രാജാവായതിനാൽ പൗരന്മാരുടെ ആവശ്യങ്ങൾ ഉറപ്പാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും താനിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രജയായതിനാൽ തനിക്കൊരു സന്താനത്തിന് നൽകേണ്ടത് അദ്ദേഹത്തിൻ്റെ കടമയാണെന്ന് ശർമ്മിഷ്ഠ അദ്ദേഹത്തിനോട് പറഞ്ഞു. എന്തായാലും അശോകവനിയിൽ വെച്ച് രഹസ്യമായിട്ട് യയാതി ശർമ്മിഷ്ഠയെ വിവാഹം കഴിച്ചു. ശർമ്മിഷ്ഠയിലെ യയാതിക്ക് 3 ആൺമക്കളുണ്ടായി. ദ്രുഹ്യു, അനുദ്രുഹ്യു, പുരു എന്നിങ്ങനെ 3 മക്കൾ. ശർമ്മിഷ്ഠയ്ക്ക് സന്താനങ്ങളുണ്ടായ വിവരം ദേവയാനി അറിഞ്ഞു. ദേവയാനി ഉടൻ തന്നെ ശർമ്മിഷ്ഠയെ കാണാൻ വന്നു. ആരാണ് ശർമ്മിഷ്ഠയുടെ മക്കളുടെ പിതാവ് എന്ന് അവർ ശർമ്മിഷ്ഠയോട് ചോദിച്ചു. അപ്പോൾ ശർമ്മിഷ്ഠ പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരിയല്ലേ, ഞാൻ ഇവിടുത്തെ ഒരു സാധാരണ ദാസി മാത്രമാണ്, അതുകൊണ്ട് എനിക്ക് വലിയ വലിയ ആൾക്കാരൊന്നും ഭർത്താക്കന്മാരായിട്ട് വരികയില്ലല്ലോ. ഞാൻ ഇവിടുത്തെ ഒരു സേവകനെയാണ്, കൊട്ടാരത്തിലെ ഒരു സേവകനെയാണ് വിവാഹം കഴിച്ചത്. ഈ മറുപടിയിൽ ദേവയാനിക്ക് വളരെയധികം സന്തോഷമാവുകയും ദേവയാനി തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ശർമ്മിഷ്ഠ അശോകവനിയിലെ തൻ്റെ വീട്ടിൽ തൻ്റെ 3 മക്കളുമായിട്ട് കഴിഞ്ഞു. ഒരിക്കൽ യയാതി കാട്ടിൽ വേട്ടയ്ക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ദേവയാനി പറഞ്ഞു, ഞാനും കൂടി ഇന്ന് അങ്ങയുടെ കൂടെ വേട്ടയ്ക്ക് വരുന്നുണ്ട്, എപ്പോഴും അങ്ങ് ഒറ്റയ്ക്കല്ലേ പോകുന്നത്. അങ്ങനെ യയാതിയുടെ ഒപ്പം ദേവയാനി കാട്ടിൽ വേട്ടയ്ക്ക് പോയി. കാട്ടിലൂടെ പോകുമ്പോൾ വളരെ സുന്ദരന്മാരായ 3 ആൺകുട്ടികൾ കാട്ടിൽ നിൽക്കുന്നത് ഇവർ കണ്ടു. ദേവയാനി പറഞ്ഞു, ആ ആൺകുട്ടികളെ നോക്കൂ, എത്ര സുന്ദരന്മാരായിരിക്കുന്നു, അവർക്ക് അങ്ങയുടെ മുഖച്ഛായയുണ്ട്. ഈ തേര് പോകുന്നത് കണ്ട ഈ ആൺകുട്ടികൾ ഈ തേര് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തേരിൽ നിൽക്കുന്ന യയാതിയെ കണ്ടപ്പോൾ അവർ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് തേരിന് നേരെ ഓടി വന്നു. ഇത് കണ്ട് ദേവയാനി അത്ഭുതപ്പെട്ടുപോയി. അവർ തേരാളിയോട് തേരവിടെ നിർത്താൻ പറഞ്ഞു. എന്നിട്ട് തേരിൽ നിന്ന് ചാടി ഇറങ്ങി ഈ കുട്ടികളുടെ നേരെ ഓടിച്ചെന്നു. എന്നിട്ട് നിങ്ങൾ ആരാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ രാജാവായ യയാതിയുടെയും അസുര രാജാവായ വൃഷപർവാവിൻ്റെ മകളായ ശർമ്മിഷ്ഠയുടെയും മക്കളാണ്. ഇത് കേട്ട ദേവയാനിക്ക് കോപം അടക്കാൻ പറ്റിയില്ല. ദേവയാനി ഉടൻ തന്നെ അവിടെ നിന്ന് ഓടിപ്പോയി. ഓടിപ്പോകുന്ന ദേവയാനിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി യയാതി പിന്നാലെ പോയെങ്കിലും ദേവയാനി നിന്നതേയില്ല. അവർ നേരെ തൻ്റെ പിതാവിൻ്റെ അടുത്തേക്കാണ് പോയത്. പിതാവായ ശുക്രാചാര്യന് തൻ്റെ മകളുടെ കണ്ണീര് വളരെ വലിയൊരു ദൗർബല്യമായിരുന്നു. അവളുടെ കണ്ണ് നിറയുന്ന അദ്ദേഹത്തിന് ഇഷ്ടമേ ആയിരുന്നില്ല. അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഉറക്കെ കരഞ്ഞുകൊണ്ട് ദേവയാനി ഓടിച്ചെല്ലുന്നത്. എന്നിട്ട് അദ്ദേഹത്തിനോട് തൻ്റെ ഭർത്താവ് തന്നെ ചതിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ശുക്രാചാര്യർ തൻ്റെ മകളോട് ചോദിച്ചു, എങ്ങനെയാണ് യയാതി നിന്നെ ചതിച്ചത്, നിന്നെ വഴക്കു പറഞ്ഞോ, നിന്നെ ഉപദ്രവിച്ചോ? അപ്പോൾ ദേവയാനി പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അദ്ദേഹം ശർമ്മിഷ്ഠയെ വിവാഹം കഴിച്ചു. ശർമ്മിഷ്ഠയിൽ അദ്ദേഹത്തിന് 3 മക്കളുമുണ്ട്. ഇത് കേട്ട ആ വൃദ്ധനായ പിതാവ് കോപം കൊണ്ട് ജ്വലിച്ചു. ദേവയാനിയെ തേടി അവളുടെ പിന്നാലെ പിന്തുടർന്ന് വന്ന യയാതിയെ കണ്ട് അദ്ദേഹം ദേഷ്യപ്പെട്ട് ചോദിച്ചു, ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ എൻ്റെ മകളെ വിഷമിപ്പിക്കരുതെന്ന്, നീ എനിക്ക് വാക്ക് തന്നു പോയതല്ലേ അവളെ വിഷമിപ്പിക്കില്ല എന്ന്, എന്നിട്ട് എന്താ നീ ചെയ്തു വെച്ചത്? യയാതിക്ക് എന്തെങ്കിലും പറയാൻ അവസരം കിട്ടുന്നതിന് മുമ്പേ ശുക്രാചാര്യർ യയാതിയെ ശപിച്ചു. നിൻ്റെ യൗവനത്തിലും സൗന്ദര്യത്തിലും അഹങ്കരിച്ചിട്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, അതുകൊണ്ട് നീ ഉടൻ തന്നെ വൃദ്ധനായി പോകട്ടെ. ഒറ്റ നിമിഷം സുന്ദരനും ശക്തിമാനും തേജസ്വിയുമായി നിന്നിരുന്ന യയാതി എന്ന രാജാവ് ഒരു പടുവൃദ്ധനായി മാറി. അദ്ദേഹത്തിൻ്റെ ജരാനരകൾ ബാധിച്ചു. നേരെ നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത, നീണ്ട താടിയും മുടിയും ഒക്കെ നരച്ച് വെളുത്ത ഒരു പടുവൃദ്ധൻ. ഇത് കണ്ട് ദേവയാനി ഉറക്കം നിലവിളിച്ചു. അവൾ തൻ്റെ പിതാവിനോട് ചോദിച്ചു, അയ്യോ അച്ഛ, അങ്ങ് എന്താണ് ഈ കാണിച്ചത്? അങ്ങ് എൻ്റെ ഭർത്താവിനെ ഒരു പടുവൃദ്ധനാക്കി കളഞ്ഞല്ലോ. യയാതിയാണെങ്കിൽ തൻ്റെ കൂനിക്കൂടിയ രോഗം പിടിച്ച ശരീരവുമായിട്ട് തൻ്റെ ഭാര്യാപിതാവിൻ്റെ കാൽക്കൽ വീണ് മാപ്പിരുന്നു. എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, ഞാൻ തന്ന ശാപം ഞാൻ തിരിച്ചെടുക്കില്ല, പക്ഷെ ഞാൻ നിനക്കൊരു ശാപമോക്ഷം തരാം. നിനക്ക് നിൻ്റെ വാർദ്ധക്യം ആരുമായിട്ടെങ്കിലും വെച്ച് മാറാൻ പറ്റും. യൗവനയുക്തരായ ആർക്കെങ്കിലും അവരുടെ യൗവനം നിനക്ക് തന്നിട്ട് പകരം നിൻ്റെ വാർദ്ധക്യം എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ നിനക്കൊരു യുവാവായിട്ട് മാറാം. അപ്പോൾ യയാതി പറഞ്ഞു, എനിക്ക് 5 ആൺമക്കളുണ്ട്, അവരിൽ ആരെങ്കിലും ഒരാൾ അവരുടെ യൗവനം എനിക്ക് തരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ശുക്രാചാര്യർ പറഞ്ഞു, അങ്ങനെ ആരാണോ തരുന്നത് അവനെ നിനക്ക് നിൻ്റെ പിൻഗാമിയായിട്ട് തിരഞ്ഞെടുക്കാം. ഉടൻ തന്നെ യയാതി തൻ്റെ രാജ്യത്തേക്ക് പോയി തൻ്റെ 5 മക്കളെയും വരുത്തി. ആദ്യം വന്നത് ദേവയാനിയുടെ മകനായ യദുവാണ്. യദുവിനോട് യയാതി പറഞ്ഞു, മകനെ, നിൻ്റെ മുത്തച്ഛൻ്റെ ശാപത്താൽ ഞാനൊരു വൃദ്ധനായി മാറിപ്പോയി. അദ്ദേഹം പറയുന്നത് നിൻ്റെ യൗവനവുമായിട്ട് എനിക്ക് എൻ്റെ വാർദ്ധക്യം വെച്ച് മാറാൻ പറ്റുമെന്നാണ്. നിൻ്റെ യൗവനം എനിക്ക് തന്നിട്ട് നീ എൻ്റെ വാർദ്ധക്യം എടുത്തുകൊള്ളാമോ? അപ്പോൾ യദു പറഞ്ഞു, ഇല്ല, എനിക്ക് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളതാണ്, ഒരുപാട് സ്വപ്നങ്ങളുള്ളതാണ്, അതൊക്കെ എനിക്ക് സാക്ഷാത്കരിക്കേണ്ടതുണ്ട്. എൻ്റെ യൗവനം ഞാൻ അങ്ങേക്ക് തരികയില്ല. അദ്ദേഹം തൻ്റെ 2ാമത്തെ മകനായ തുർവാസുവിനെ വിളിച്ചു.
അവനോടും പറഞ്ഞു, മകനെ, നമുക്ക് നിൻ്റെ യൗവനവും എൻ്റെ വാർദ്ധക്യവും തമ്മിൽ വെച്ച് മാറാം. എനിക്ക് നിൻ്റെ യൗവനം തരാമോ? മകൻ പറഞ്ഞു, ഇല്ല അച്ഛാ, എനിക്ക് അങ്ങയുടെ വാർദ്ധക്യം വേണ്ട, എനിക്ക് യുവാവായിരുന്നാൽ മതി. യയാതി ശർമ്മിഷ്ഠയുടെ മക്കളായ ദ്രുഹ്യുവിനെ വിളിച്ചു. മകനെ, എൻ്റെ വാർദ്ധക്യവും നിൻ്റെ യൗവനവും തമ്മിൽ വെച്ച് മാറാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. ദ്രുഹ്യു പറഞ്ഞു, ഇല്ല, എനിക്ക് എൻ്റെ യൗവനം വിലപ്പെട്ടതാണ്, ഞാനത് ആർക്കും കൊടുക്കുകയില്ല. അനുദ്രുഹ്യവും ഇതേ മറുപടി തന്നെ പറഞ്ഞു. നിരാശനായ യയാതി തൻ്റെ ഏറ്റവും ഇളയ മകനായ പുരുവിനോട് ചോദിച്ചു, നിൻ്റെ യൗവനം എനിക്ക് തന്നിട്ട് നീ എൻ്റെ വാർദ്ധക്യം എടുക്കാമോ? പുരു പറഞ്ഞു, അതിനെന്താ പിതാവേ, ഞാനത് എടുത്തുകൊള്ളാം. അങ്ങയുടെ വാർദ്ധക്യം എനിക്ക് തന്നോളൂ, പകരം എൻ്റെ യൗവനം അങ്ങ് എടുത്തോളൂ. പുരു ഇങ്ങനെ പറഞ്ഞതും ഒറ്റ നിമിഷം കൊണ്ട് യയാതി വീണ്ടും ഒരു യുവാവായിട്ട് മാറി. പകരം അദ്ദേഹത്തിൻ്റെ മകനായ പുരു ഒരു പടുവൃദ്ധനായിട്ട് മാറി. യയാതി മകനോട് പറഞ്ഞു, ഞാൻ 1000 വർഷങ്ങൾക്ക് ശേഷം നിൻ്റെ യൗവനം നിനക്ക് തിരിച്ചു തരും. അന്ന് നീ എൻ്റെ പിൻഗാമിയായിട്ട് ഈ രാജ്യം വാഴും. യയാതി പിന്നീട് തൻ്റെ ആഹ്ലാദകരമായ ജീവിതം വീണ്ടും ആസ്വദിക്കാൻ തുടങ്ങി. അദ്ദേഹം മൃഗയാ വിനോദങ്ങളിൽ ഏർപ്പെട്ടു. നൃത്തവും നാടകവും കണ്ട് രസിച്ചു. രുചികരമായ ഭക്ഷണങ്ങൾ കഴിച്ചു. തൻ്റെ ഭാര്യമാരോടൊപ്പം വളരെ സന്തോഷമായിട്ട് സമയം ചെലവിട്ടു. അങ്ങനെ 1000 വർഷങ്ങൾ കഴിഞ്ഞു. 1000 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകനായ പുരുവിൻ്റെ അടുത്തേക്ക് യയാതി തിരിച്ചു ചെന്നു. എന്നിട്ട് പറഞ്ഞു, മകനെ, ഞാൻ ഈ യൗവനം കൊണ്ട് ആസ്വദിക്കാവുന്ന സന്തോഷങ്ങളെല്ലാം ആസ്വദിച്ചു കഴിഞ്ഞു. ലോകത്തിലെ എല്ലാ ഭക്ഷണത്തിനും സമ്പത്തിനും സ്ത്രീകൾക്കും അനിയന്ത്രിതങ്ങളായ ഇന്ദ്രിയങ്ങളുള്ള ഒരു മനുഷ്യൻ്റെ ആഗ്രഹത്തെ ശമിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് യയാതിക്ക് മനസ്സിലായി. ഇന്ദ്രിയ സുഖങ്ങൾക്കുള്ള ആസക്തി ഒരിക്കലും ഇല്ലാതാകുന്നില്ല എന്ന് യയാതി തൻ്റെ അനുഭവം കൊണ്ട് പഠിച്ചു. അദ്ദേഹം വളരെ സന്തോഷത്തോടെ, നന്ദിയോടെ തൻ്റെ മകനായ പുരുവിൻ്റെ യൗവനം തിരിച്ചു കൊടുത്തിട്ട് തൻ്റെ വാർദ്ധക്യം ഏറ്റുവാങ്ങി. തൻ്റെ ശേഷിച്ച ദിനങ്ങൾ ഒരു സന്യാസിയായി കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം വനത്തിലേക്ക് പോയി. അങ്ങനെ കാട്ടിൽ താമസിച്ച് ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്ത് പ്രാർത്ഥനയിലൂടെ യയാതി സ്വർഗാരോഹണം ചെയ്തു. ഇതാണ് യയാതിയുടെ കഥ. ഇഷ്ടമായോ? അടുത്ത കഥ അടുത്ത ദിവസം.